തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരിൽ സ്വയം അക്കീഖത്ത് അറുത്തിട്ടുണ്ട്. തിരുനബി ജനിച്ച 7-ാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അക്കീഖ അറുത്തതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ. എന്നാൽ എന്തിനായിരിക്കും നുബുവത്തിന് ശേഷവും അവിടുന്ന് അക്കീഖത്ത് അറുത്തത്? അതെ, ഒരു സുഹൃത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഖുറാനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ് ഹദീസിൽ നിന്ന് ഉദ്ധരിച്ച തെളിവാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി തന്നെ അക്കീഖത്ത് അറുത്തിട്ടുണ്ട്, അഥവാ മുടികളച്ചിൽ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ആചാരം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അദ്ദേഹം ജനിച്ച 7-ാം ദിവസം തന്നെ അക്കീഖത്ത് അറുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. പിന്നീട് വീണ്ടും പ്രവാചകൻ സ്വന്തത്തിന് അക്കീഖത്ത് അറുത്തത് അത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ്. ഏതായാലും ഈ ഹദീസിന്റെ നിജസ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഷാഫി മദ്ഹബിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാം നബവി റഹിമഹുല്ല, 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ സ്വഹീഹുൽ ബുഖാരിക്ക് വിഖ്യാതമായ ശറഹ് എഴുതിയിട്ടുള്ള വിശദീകരണം രചിച്ചിട്ടുള്ള പണ്ഡിതനാണ്. രണ്ടുപേരും ഇനി ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബൈഹഖി റഹിമഹുല്ലയാണ്. അദ്ദേഹം കൊടുത്ത വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ല തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് ഹാദാ ഹദീസുൻ മുൻകർ, ഇത് സ്വീകരിക്കാൻ യോഗ്യമല്ലാത്ത ഹദീസാണ്. ഇമാം നബവി റഹിമഹുല്ല ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഹാദാ ഹദീസുൻ ബാത്തിൽ, ഈ ഹദീസ് നിരർത്ഥകമാണ്, അത് പ്രമാണയോഗ്യമല്ല, അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലയും സമാനമായി തന്നെയാണ് ഹദീസിനെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, പ്രവാചകന്റെ എല്ലാ കാര്യവും നമ്മൾ അനുസരിക്കുന്നു, പിന്തുടരുന്നു. അതോടൊപ്പം പ്രവാചകനും സ്വഹാബികൾക്കും പരിചയമില്ലാത്ത നബിദിന ആഘോഷം എന്ന പുത്തൻ ആചാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതിനെ ആഘോഷിക്കാൻ ഈ ലൈഫായ ദുർബലമായ സ്വീകാര്യ യോഗ്യമല്ലാത്ത ഹദീസ് മതിയാകില്ലല്ലോ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം.